കൊയിലാണ്ടി കുടുംബശ്രീ ജനകീയ ഹോട്ടലിൽ നിന്ന് ഫോൺ മോഷണം പോയി. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. ഹോട്ടലിലെ അക്കൗണ്ടന്റ് പെരുവട്ടൂർ സ്വദേശി രത്നവലിയുടെ ഫോണാണ് മോഷണം പോയത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 കിട്ടി. കൈ ഇങ്ങനെ ഞാൻ കോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് എത്തിയത്. അന്നേരം ഞാൻ ഫോണ് അപ്പം തൽക്കാലം കോള് കട്ടാക്കിയിട്ട് ഇവിടെ വെച്ച് ഈ ബുക്കിൻ്റെ മേലെ സൈഡിലേക്ക് വെച്ചത്. പിന്നെ അയാൾ എടുത്ത് അന്നേരം തന്നെ സ്വന്തം പോക്കറ്റിലേക്ക് എടുത്തിട്ടത്, സ്വന്തം ഫോൺ എടുത്ത് ഇടുന്ന പോലെ തന്നെയാണ് എടുത്തിടുന്നത് കാണുന്നത്, വിഷ്വലിൽ കാണുന്നത്. അങ്ങനെ സംഭവിച്ചത്. ഒരൊറ്റ സെക്കൻഡ് ഉണ്ടാകും. അന്നേരം തന്നെ ഫോണിലേക്ക് വിളിച്ച് നോക്കിയാലോ ഔട്ട് ഓഫ് കവറേജ് എന്നാണ് പറയുന്നത്. കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാൻ ചേരുന്നു. ഷഹദ്, വിവരങ്ങൾ മോഷ്ടാവിനെ പിടിച്ചോ? മോഷ്ടാവിനെ ഇതുവരെ പിടികൂടിയിട്ടില്ല. കാരണം ഇത് ആരാണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത കൈവന്നിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ജനകീയ ഹോട്ടലിൽ നിന്നും ഇത്തരത്തിലൊരു മൊബൈൽ ഫോൺ മോഷണം പോയത്. അതായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഉച്ചയ്ക്ക് വലിയ തിരക്കുണ്ടായിരുന്നു ഹോട്ടലിൽ. സമാനമായ രീതിയിൽ ഈ ആളുകൾ വന്ന് ടോക്കൺ എടുത്താണ് ഇത്തരത്തിൽ ഈ ജനകീയ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ടോക്കൺ എടുക്കാൻ വന്ന ഘട്ടത്തിൽ അയാൾ ആദ്യം അയാളുടെ ബാഗ് അവിടെ സീറ്റിൽ കൊണ്ടുവച്ചു. പിന്നീട് ചെറിയ രീതിയിലുള്ള തിരക്ക് ആ കൗണ്ടറിൽ അനുഭവപ്പെട്ടു. ആ ഘട്ടത്തിൽ ഈ കൗണ്ടറിൽ നിന്ന് പണം വാങ്ങി ഈ സ്ത്രീ പുറകിലേക്ക് നിൽക്കുന്ന ഘട്ടത്തിലാണ് ആ ഫോൺ അവിടെ നിന്നും ഇയാൾ അടിച്ചു മാറ്റുന്നത്. അതിന്റെ ദൃശ്യങ്ങളിൽ അത് വളരെ വ്യക്തവുമാണ്. പക്ഷേ ആ CCTV ദൃശ്യത്തിൽ അദ്ദേഹത്തിന്റെ മുഖം അത്ര വ്യക്തമല്ല എന്നുള്ളത് ചെറിയൊരു പ്രതിസന്ധിയാണ്. മാത്രമല്ല ആ നമ്പറിലേക്ക് ഉടൻ തന്നെ ഈ പരാതിക്കാരിയായിട്ടുള്ള രത്നവല്ലി വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ച ഘട്ടത്തിൽ അത് ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇദ്ദേഹത്തെ ഇതുവരെ അവിടെ കണ്ടു പരിചയമില്ല എന്നൊരു കാര്യമാണ്. ഇതുവരെ ആ ഹോട്ടലിൽ വരികയോ കണ്ടു പരിചയമോ ഇല്ല. മാത്രമല്ല ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് എന്നൊരു സംശയവും ഇപ്പോൾ ഈ ജീവനക്കാരി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൊയിലാണ്ടി പോലീസിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി വരികയാണ്.